മഴ തോരും മുമ്പ് ഇടയ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്താക്കിയിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് അലീന ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. പോയതിന് ശേഷം അലീനയ്ക്കാണെങ്കിൽ ആ ഒരു ബംഗ്ലാവും ചുറ്റുപാടും നായ്ക്കളെയും ഒക്കെ കണ്ടിട്ട് ആകെ ഒരു ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. പട്ടാളക്കാരനാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ കുറേ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാകും. അത് ആദ്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ പണി പാളും. എങ്ങനെയുള്ള ആളാണെന്നുള്ളത് അറിയില്ലല്ലോ എന്നുള്ള ചിന്തയാണ് അലീനയുടെ മനസ്സിലോട്ട് വന്നത്. അങ്ങനെ ആദ്യം അലീന പോകുന്നത് അവിടെയുള്ള ജോലിക്കാരുടെ അടുത്തോട്ടാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ സാർ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ ഭയാനകമായി ചിത്രീകരിച്ചാണ് പറയുന്നത്. കേണൽ സാറിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസാണ്. കേണൽ സാറിന് കൃത്യനിഷ്ഠയും സമയമൊക്കെ പാലിക്കേണ്ടി വരും. ഫുഡൊക്കെ കറക്റ്റ് സമയത്തിനും കറക്റ്റ് ചിട്ടയ്ക്കും അനുസരിച്ചിട്ട് അവരാഗ്രഹിച്ച രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പണി പോക്കാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്നത് കേട്ടപ്പോൾ നെഞ്ചിരിപ്പ് കൂടുകയാണ്. എന്നാലും ഇതുവരെ പിടിച്ചു നിന്നല്ലോ, ഏതായാലും പല ആളുകളെയും കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതും എനിക്ക് നിസ്സാരം എന്നൊക്കെ ചിന്തിച്ചിട്ട് അലീനയുടെ മുറിയിലോട്ട്, അലീനയ്ക്ക് കൊടുത്തിട്ടുള്ള മുറിയിലോട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് രാത്രിയൊക്കെ ആയി പിറ്റേന്ന് മുതൽ പണിയൊക്കെ തുടങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞതനുസരിച്ചിട്ട് അലീന കിടക്കാനായിട്ട്, യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് കിടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ അലീന നേരത്തെ അതിരാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കേണൽ സാറിന് സ്റ്റാൻലിക്ക് ചായ ഉണ്ടാക്കുകയാണ്. ചായ ഏത് രീതിയിലാണ് ഈശ്വര എന്നൊന്നും അറിയത്തില്ല. എന്നാലും അവിടെ വന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയ ചായ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ, കോഫിയാണെന്നാണല്ലോ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും അതുണ്ടാക്കി കൊണ്ടുപോവാം, എന്താണ് ഇനി പറയുക എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു പേടിയോടുകൂടി സ്റ്റാൻലിക്ക് ചായയുമായിട്ട് പോവുകയാണ്. അങ്ങനെ ഡോറിന് മുട്ടുന്നുണ്ട്. സ്റ്റാൻലി ഈ ഒരു സമയത്ത് എൻ്റെ കൃത്യസമയമാവുന്നേ ഉള്ളൂ, ഇത് അതിനു മുമ്പേ ആയല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് സ്റ്റാൻലി നീറ്റ് വരികയാണ്. അങ്ങനെയാണ് അലീന കുളി കഴിഞ്ഞ് തോർത്തൊക്കെ തലയിൽ കെട്ടിയിട്ട് കോഫിയുമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നത്. അത് കണ്ണുകൾ നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് സ്റ്റാൻലി. പക്ഷേ അലീനയുടെ മുമ്പിൽ ഒരു ഗൗരവം വിടാതെ തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ആഹാ നീയോ ചായയും കൊണ്ടോ, ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നല്ലോ, അവരാണ് എനിക്ക് ദിവസവും കൊണ്ടു തരാറുള്ളത്, ഏതായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ചായ വാങ്ങി കുടിക്കുകയാണ്. അങ്ങനെ പിന്നീട് ചായ കൊടുത്ത ശേഷം അലീന പറയുന്നുണ്ട്, സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം, എനിക്ക് അല്പം ജോലിയുണ്ട്, ഞാൻ അതിലേക്ക് പോട്ടെ എന്നൊക്കെ സമ്മതം വാങ്ങിയിട്ട് അലീന ജോലി ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൽ ആദ്യം ചെയ്യുന്നത് മുറ്റം അടിച്ചു വാരുക എന്നുള്ള ആ ഒരു ഇതാണ്. അങ്ങനെ മുറ്റം അടിച്ചു വാരാനായിട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് അവിടെ നായ്ക്കളുണ്ടായിരുന്നു. അലീനയെ കണ്ട് അങ്ങോട്ട് വന്ന സമയത്ത് അലീന പതുക്കെ തലോടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റാൻലി ഇത് ബാൽക്കണിയിൽ നിന്ന് മുകളിൽ നിന്ന് നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ചൂലൊക്കെ എടുത്ത് മൊത്തത്തിലൊന്ന് അടിച്ചു വാരുകയാണ്. അടിച്ചു വാരുന്ന സമയത്ത് മുറ്റത്തുള്ള പുല്ലുകളൊക്കെ പറിക്കുകയും കേടായ ഇലകളൊക്കെ വൃത്തിയാക്കിയിട്ട് മൊത്തത്തിലൊന്ന് ചെടികളെയൊക്കെ പരിചരിച്ചിട്ടാണ് മുഴുവൻ അടിച്ചു വാരാനായിട്ട് പോകുന്നത്. ആ കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ സ്റ്റാൻലിക്ക് ഒരുപാട് അങ്ങ് മനസ്സ് നിറഞ്ഞു. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, അമ്മയും അച്ഛനും ഇല്ലാതെ ഈ 23 വർഷം ജീവിച്ചു, പക്ഷേ എന്ത് നീറ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനൊരു വീട്ടിൽ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലാണിപ്പോൾ എൻ്റെ മകൾ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടെ ആ കാഴ്ച കണ്ട് നിൽക്കുകയാണ് സ്റ്റാൻലി. അങ്ങനെ പിന്നീട് അലീന അടിച്ചു വാരലും എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പാചകത്തിനായിട്ട് ഒരുങ്ങുകയാണ്. പക്ഷേ പാചകത്തിനായിട്ട് പോകുന്ന സമയത്ത് അവിടെ അടുക്കളയിൽ ഒരു കാര്യവും വിട്ടുകൊടുക്കാതെ അവിടുത്തെ ജോലിക്കാരുണ്ടായിരുന്നു. അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, പുതിയ ഒരാൾ വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ആ പെൺകൊച്ചിനെങ്ങാനും കേണൽ സാറിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കായിരിക്കും, അതുകൊണ്ട് അടുക്കള നമ്മൾ വിട്ടുകൊടുക്കരുത്, എന്ത് വന്നാലും വിട്ടുകൊടുക്കരുത്, അവളെ ഇവിടെ വല്ലാതെ നിർത്തിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പരസ്പരം സംസാരിക്കുന്നത്. പക്ഷേ ഇത് അലീന കേൾക്കുകയും, എന്താണ് എന്നെ വന്ന ദിവസം തന്നെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പ്ലാനാണോ എന്നൊക്കെ ചോദിച്ച് ചിരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അല്ല, നീ ഏത് ടൈപ്പാണെന്നുള്ളത് അറിയില്ലല്ലോ, ആ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിന്ന് പരുങ്ങുകയാണ്.